മലയാളികൾക്ക് കൊച്ചിയും തിരുവനന്തപുരവും കോഴിക്കോടും ഒക്കെ പോലെ തന്നെയാണ് ബംഗളൂരു. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മലയാളിയുടെ ബംഗളൂരുവിലേക്കുള്ള കുടിയേറ്റം. വിവിധ ജോലികൾക്കായി കേരളത്തിന്റെ ഓരോ ഗ്രാമാന്തരങ്ങളിൽ നിന്നുള്ള മലയാളികളും കാണും നമ്മുടെ ഈ സുന്ദര ഉദ്യാന നഗരത്തിൽ. ചായ കച്ചവടം മുതൽ CEO വരെയുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് ബംഗളൂരുവിൽ മലയാളി. അതുപോലെ തന്നെയാണ് പണ്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഇപ്പോൾ +2 കഴിഞ്ഞാൽ കേരളം വിട്ട് പഠിക്കാനുള്ള പോക്ക്. അങ്ങനെ പോകുന്നവരുടെയും ആദ്യ ലക്ഷ്യം ബംഗളൂരു നഗരം തന്നെയാണ്. കർണാടകയുടെ മറ്റു നഗരങ്ങളായ മൈസൂരുവും ഇക്കാര്യത്തിൽ പിന്നിലല്ല. എന്നാലും ബംഗളൂരുവിലുള്ള അത്രയും മലയാളികൾ മൈസൂരുവിൽ ഉണ്ടാകില്ല. ദവാൻഗരയിലും ശിവമോഗയിലുമെല്ലാം ഉണ്ട് മലയാളി സാന്നിധ്യം. മലയാളികളുടെ മാത്രം കാര്യമല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ഇങ്ങനെ വിവിധ ജോലിക്കാരായി ബംഗളൂരുവിലുണ്ട്. അവരുടെയെല്ലാം നെഞ്ചത്തടിക്കുന്ന തീരുമാനമാണ് കർണാടക സർക്കാർ എടുത്തിരിക്കുന്നത്. കർണാടകത്തിലെ വെള്ളക്കോളർ, നീലക്കോളർ അടക്കമുള്ള ജോലികളിൽ കർണാടകക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്നു. സർക്കാർ ജോലികളിലെ സംവരണം നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോൾ സ്വകാര്യ മേഖലയിലെ ജോലികളിലാണ് കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരിന്റെ കൈകടത്തൽ. രാജ്യത്തെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ ഭാവി തന്നെ തുലാസിലാക്കുന്നതാണ് ഈ തീരുമാനമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D കാറ്റഗറിയിലുള്ള ജോലികളിൽ സ്വകാര്യ മേഖലയിൽ കർണാടകക്കാരെ വേണം നിയമിക്കാനെന്ന് നിഷ്കർഷിക്കുന്ന ബില്ലിന്റെ കരട് മന്ത്രിസഭ അംഗീകരിക്കുക ചെയ്തതോടെ ഇന്ത്യ മുഴുവൻ കർണാടകക്കെതിരായി എന്ന അവസ്ഥയിലായി. 50% മാനേജ്മെന്റ് തലത്തിലെ ജോലികളിലും 75% നോൺ മാനേജ്മെന്റ് തല ജോലികളിലുമാണ് സംവരണം ഏർപ്പെടുത്തൽ നീക്കം നടക്കുന്നത്. ഇനി ഇതെങ്ങാനും ഏതെങ്കിലും കമ്പനികൾ ലംഘിച്ചാൽ ശിക്ഷ കർശനമായിരിക്കും. 25,000 രൂപ വരെയാണ് പിഴ എന്ന് കരട് ബില്ലിൽ ശിക്ഷ നിർദ്ദേശിക്കുന്നത്. സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് നോൺ മാനേജ്മെന്റ് ജോലികളിൽ സംവരണ പ്രകാരം ജോലി കിട്ടാൻ വേണ്ട യോഗ്യത. ഒപ്പം കന്നഡ ഭാഷയിൽ പ്രാവീണ്യം നിർബന്ധമാണ്. സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന നോൺ ഏജൻസി നടത്തുന്ന കന്നഡ പരീക്ഷ പാസ്സാകണമെന്നതാണ് ഇതിനുള്ള വ്യവസ്ഥ. ഇനി ഇങ്ങനെയുള്ള യോഗ്യതയുള്ളവരെ കിട്ടുന്നില്ലെങ്കിലും അന്യനാട്ടുകാരെ നിയമിക്കാനാവില്ല. തദ്ദേശീയരായ മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് യോഗ്യതയുള്ളവരാക്കി നിയമിക്കണമെന്നാണ് ബില്ലിലെ വ്യവസ്ഥ. ഇനി തദ്ദേശീയരിൽ നിന്ന് ഒരു വിധേനയും യോഗ്യരായ ആളുകളെ കണ്ടെത്താനായില്ലെങ്കിൽ അത് കാര്യകാരണ സഹിതം ചൂണ്ടിക്കാട്ടി സർക്കാരിൽ നിന്ന് ഇളവ് നേടാം. ഈ അപേക്ഷ നോഡൽ ഏജൻസി പരിശോധിച്ച് ഇളവ് നൽകണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ആരാണ് തദ്ദേശീയരായ തൊഴിലാളി എന്ന കാര്യത്തിലും കരട് ബിൽ വ്യവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. കർണാടകയിൽ ജനിച്ചയാളായിരിക്കണം. മാത്രമല്ല 15 വർഷമായി കർണാടകയിൽ ജീവിക്കുകയും ചെയ്യുന്നയാളായിരിക്കണം. കന്നഡ ഒഴുക്കോടെ സംസാരിക്കാൻ കഴിയണം. മാനേജ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർവൈസറി, മാനേജറിയൽ, ടെക്നിക്കൽ, ഓപ്പറേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് തുടങ്ങിയ ജോലികളെയാണ്. ഈ മേഖലകളിൽ ഡയറക്ടർമാരെ ഒഴികെയുള്ള എല്ലാ ഉയർന്ന ജോലികളും ഈ കാറ്റഗറിയിൽ വരും. നോൺ മാനേജ്മെന്റ് കാറ്റഗറി എന്ന് പറയുന്നത് ക്ലറിക്കൽ, അൺസ്കിൽഡ്, സ്കിൽഡ്, IT, ES മേഖലകളിലാണ്. കരാർ ജീവനക്കാരും കാഷ്വൽ ജീവനക്കാരും എല്ലാം ഈ കാറ്റഗറിയിൽ വരും. വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ കർണാടകയിൽ ഉയരുന്നത്. വ്യവസായ പ്രമുഖരും സംഘടനകളും ഇക്കാര്യത്തിൽ എതിർപ്പുകളുമായി രംഗത്തുണ്ട്. ജോൺ ബ്രിട്ടാസ് MP-യും രംഗത്തെത്തിയിട്ടുണ്ട്. കർണാടകയുടേത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണെന്നും രാജ്യത്തെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരാണെന്നും ആണ് ബ്രിട്ടാസ് പറഞ്ഞത്. ബില്ല് ഫാഷിസ്റ്റ് രീതിയിലുള്ളതാണെന്നാണ് മണിപ്പാൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് ചെയർമാൻ മോഹൻദാസ് പൈ പറഞ്ഞത്. ഈ ബില്ല് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.